ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. ലൈക്ക് അവരെപ്പോഴും പറയും ഞങ്ങൾ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഉറക്കവും ഫുഡ് കഴിക്കലും കുളിക്കലും ഒക്കെ ഓഫീസിൽ തന്നെയായിരുന്നു എന്ന്. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ അത് മാറും, സിസ്റ്റം ബിൽഡാവും, എല്ലാം സ്ട്രക്ചേർഡിലാവും. സോ നമുക്ക് ഈ മാറ്റം നമുക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇതിന് ടൈമായി, ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ടൈമായി, എന്നിട്ട് ഇവിടെ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ടൈമായി എന്ന് നമുക്ക് അതെപ്പോഴും മനസ്സിലാവും. ലൈക്ക് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? നമ്മളതിൻ്റെ പിന്നെ ആ ചെറിയ ആ തുടക്ക പീരീഡിൽ എന്ത് ചെയ്യണം, എപ്പോഴും പിന്നെ അതിൻ്റെ ഫൗണ്ടർ അതിനോടൊപ്പം തന്നെ ഉണ്ടാവണമായിരുന്നു. പഴയ കാലത്തെ ഒരു ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. ഇന്ന് അയാൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് എൻ്റെ ബിസിനസ്സിനെ ഇത് മുന്നോട്ട് പോകാനും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലൊക്കെ ആവശ്യമുള്ള റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ സെറ്റ് ചെയ്തിട്ട് അതിനെ ഓർഗനൈസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് അയാൾക്ക് വേണ്ടത് ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഏത് ഇൻവെസ്റ്റർക്കും ഏത് ബിസിനസ്സുകാർക്കും വേണ്ട സംഭവമാണ് എന്ത്, ഒരുപാട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ട്രാറ്റജികളിൽ ഭയങ്കര ചേഞ്ചസും ട്രാൻസ്ഫോർമേഷനും അപ്ഡേറ്റ്സും എവല്യൂഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. കാരണം എന്താ, ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. പഴയ പോലെയല്ല, ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് സ്ട്രാറ്റജി എന്നും എന്തായിരിക്കണം എൻ്റെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി എന്നും ഒക്കെ ഒരു പിന്നെ ബിസിനസ്സുകാരനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജിയെ ലിവറേജ് ചെയ്യാൻ ആവശ്യമായ റിസോഴ്സസ് ഗ്യാദർ ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുന്നൊരു പണിയെ സത്യത്തിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. ഇതിനെ ഓർഗനൈസ് ചെയ്യുമ്പം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പിന്നെ AI ടെക്നോളജി ആണെങ്കിൽ ഓട്ടോമേഷൻ പോലുള്ള കാര്യങ്ങൾ, ERP സംവിധാനങ്ങൾ, ഇതൊക്കെ നമ്മളെ ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി തുടക്കം മുതൽ തന്നെ ഒരു ബിസിനസ്സുകാരന് എന്ത് ചെയ്യാൻ പറ്റും, കുറേ ഫ്രീ ആവാൻ പറ്റും.